ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ. നമസ്കാരം. ഉള്ളത് പറഞ്ഞാൽ ആരംഭിക്കുകയാണ്. പൂച്ചവാൽ എലി തിന്നപ്പോൾ എലിവാൽ പാറ്റവായിലായി എന്ന പോലെയാണ് കാര്യങ്ങൾ. പൂച്ചവാൽ എലി തിന്നുന്ന കാലം, എലിവാൽ പാറ്റ തിന്നുന്ന കാലം. എലികൾക്ക് മുമ്പിൽ പ്രണമിച്ചു നിൽക്കുന്ന പൂച്ചകൾ, പാറ്റകളുടെ മുമ്പിൽ ചാടിക്കളിക്കുന്ന എലികൾ. എല്ലാവരും ചേർന്ന് തീർക്കുന്നത് ഒരു അസംബന്ധ നാടകത്തിൻ്റെ രംഗവേദി. അവിടെ ആടി തിമിർക്കുകയാണ് സോളാർ സരിത. സരിത നായർ ഈ നടനം തുടങ്ങിയിട്ട് കാലം കുറയായി. ഏറ്റവും ഒടുവിൽ സരിത സ്ഥിരീകരിച്ചു, അത് നടന്നിട്ടുണ്ട്. ആ ലെറ്റർ എൻ്റെ ലെറ്റർ തന്നെയാണ്. ഞാനല്ല പുറത്തുവിട്ടതെന്നുള്ള വാസ്തവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവരിൽ നിന്ന് ചോർന്നു പോയതായിരിക്കാം. എന്നാലും ആ ലെറ്ററിൻ്റെ ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. ഏത് ഫോറൻസിക്കോ അല്ലെങ്കിൽ മറ്റൊരു ഏത് തരം പരിശോധനയ്ക്കും അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ വീഡിയോസും ഈ പറയുന്നത് പോലെ ഏത് പരിശോധനയ്ക്ക് വേണമെങ്കിലും ഞാൻ വിടാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു ചലഞ്ചിന് മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന് എനിക്കറിയണം. പറയുന്നത് ആരെക്കുറിച്ചാണ് എന്നോർക്കണം. സരിത വെല്ലുവിളിച്ചു. താൻ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെങ്കിൽ കേസ് കൊടുക്കണം. ഇപ്പോൾ കേൾക്കുന്നവരെല്ലാം പറയുന്നത് അതാണ്. ഒന്നുകിൽ ഇരയുടെ മൊഴി വെച്ച് കേസെടുക്കണം, അല്ലെങ്കിൽ വ്യാജമൊഴിയുടെ പേരിൽ കേസെടുക്കണം. അങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. കൂട്ടത്തിൽ മാധ്യമങ്ങൾക്കുമുണ്ട് ഒരു പണി. വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ കേസ്. സരിതയ്ക്കെതിരെ കേസ് കൊടുത്തത് മനസ്സിലാക്കാം. പക്ഷേ വാർത്ത നൽകിയ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചത് എന്തിനെന്ന് വ്യക്തമല്ല. സരിത എഴുതിയ കത്തും അതിൻ്റെ സ്ഥിരീകരണവും നൽകിയത് ഏഷ്യാനെറ്റും കൈരളി പീപ്പിൾ ടിവിയുമായിരുന്നു. തുടർന്ന് ആ വാർത്ത മറ്റു മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കേസിൽ ആ മാധ്യമങ്ങളെയെല്ലാം ഉൾപ്പെടുത്താമായിരുന്നു. ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന് അദ്ദേഹം തയ്യാറാണോ? ഒരു നുണ പരിശോധനയ്ക്ക് തയ്യാറാണോ? ഏതെങ്കിലും ഒരു അന്വേഷണത്തിന് അദ്ദേഹം തയ്യാറാണോ? വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശം വഴി നൽകാൻ പാടില്ല എന്ന നയം സ്വീകരിച്ചവരാണ് ഇത്തരക്കാർ. അവരാണ് മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. അതിൽ ഒരു അപാകതയുമില്ല. ഈ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാൻ എന്തുകൊണ്ടാണ് തയ്യാറാവുന്നത്? അങ്ങനെ ഒരു കേസ് ചാർജ് ചെയ്താൽ കോടതിയിൽ നിൽക്കില്ല എന്നറിഞ്ഞതുകൊണ്ടല്ലേ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത് ഒരു പ്രചരണം നടത്താൻ വേണ്ടി കോടതിയിൽ ഇപ്പൊ കേസുമായി സമീപിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ സുതാര്യ കേരളം, സുന്ദര കേരളം. പൂച്ചവാൽ എലി തിന്നാലും എലിവാൽ പൂച്ച തിന്നാലും ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് വാൽ വളർന്ന് അരയാലായാൽ അതും ഒരു തണലാകുന്നത്. എറണാകുളം CJM കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെ വാദം എന്നാണ് കേൾക്കുന്നത്? മെയ് 28-ന്. അപ്പോഴേക്കും നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിയും. സരിതയ്ക്കെതിരെ കേസ് കൊടുത്തോ എന്ന് ചോദിച്ചാൽ കേസ് കൊടുത്തു. പക്ഷേ അതിൻ്റെ നെല്ലും പതിരും തെരഞ്ഞെടുപ്പിന് മുമ്പ് തെളിയുമോ? ഇല്ലേയില്ല. അതാണ് കേസിന്റെ യഥാർത്ഥ ബുദ്ധി. സരിത സഹികെട്ട് പറഞ്ഞത് വീഡിയോ പുറത്തുവിടും എന്നാണ്. 41 മിനിറ്റോളമുള്ള വീഡിയോ. തീർച്ചയായും ആ വീഡിയോ റേറ്റിംഗ് കുത്തനെ കയറ്റും. ഈ പറയുന്ന വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ആധികാരികത എവിടെ വേണമെങ്കിലും അവർക്ക് നോക്കാം. അതിന് ഏതറ്റം വരെ ഞാൻ സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു സ്ത്രീ ഇങ്ങനെ നിരന്തരം വിളിച്ചു പറയുമ്പോൾ അതിനെ കേട്ടില്ലെന്ന് നടിക്കാനാകുമോ? സർ, കണ്ണടച്ച് ഇരുട്ടാക്കുമ്പോൾ സ്വയം ഇരുട്ടാകുകയേ ഉള്ളൂ. ജനത്തിന്
കാഴ്ച തെളിഞ്ഞു തന്നെയുണ്ടാകും. അവർ പൂച്ചയും എലിയും കളി കാണുക തന്നെ ചെയ്യും. പൂച്ചയും എലിയും കളിക്കുമ്പോൾ DGP ജേക്കബ് തോമസ് പറഞ്ഞത് പ്രസക്തമാകുന്നു. വികസനത്തിന്റെ പേരിൽ തുടർ ഭരണം ആഗ്രഹിക്കുന്നവർ നാടിനെ എങ്ങോട്ട് നയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജീർണതയിലേക്ക്. അല്ലെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും അല്ലെ ജീവിതം മരിക്കുന്നവരെയും നിങ്ങളെ ഞാൻ റെപ്രസെന്റ് ചെയ്യുമെന്നൊക്കെ വാശി പിടിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ മുമ്പിൽ കാണുന്നു. എൻ്റെ കസേര എനിക്ക് വീണ്ടും ഇന്നത്തെ ഭരണത്തിൽ നിന്ന് നാളത്തെ ഭരണത്തിലേക്ക് തുടരണം. സ്ട്രിക്റ്റീവ് ലീഡർഷിപ്പ് ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീകേ ആണ്. സമസ്ത മേഖലയിലും അഴിമതി. അപ്പോൾ എങ്ങനെ വികസനമുണ്ടാകും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞാൻ വിജിലൻസിൽ ഇരുന്നപ്പോൾ കുറേയധികം തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള പരാതികൾ അന്വേഷിക്കാൻ പറ്റി. അത് അന്വേഷിച്ചപ്പോൾ പാറ്റൂർ എന്നുള്ളൊരു കേസ് അന്വേഷിച്ചപ്പോൾ തദ്ദേശ സ്ഥാപനത്തെ പറ്റി വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അവിടുത്തെ സദ്ഭരണത്തെ പറ്റി, ഭരണസ്ഥിരാ കേന്ദ്രങ്ങളെ പറ്റി പറയേണ്ടതില്ല. വികസനത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്നിടത്ത് സൗജന്യ അരി വിതരണം അനിവാര്യം. നമ്മുടെ കേരളം ആരാണ് ഓൺ ചെയ്യുന്നത്? ഹൂസ് കേരള ഈസ് ഇറ്റ്? ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒന്നും അല്ല, അല്ലേ, വേറെ ആരുടെയാണ്. ഗവേണൻസ് ഈസ് ഡൺ ബൈ ദി ഓണേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ബൈ ദി ഏജൻസ്. ഏജൻസ് എന്ന് പറയുന്ന ആരാണ്? നമ്മൾ ഇപ്പോൾ ജയിപ്പിക്കാനോ തോപ്പിക്കാനോ ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിച്ച് ആകാശത്തുനിന്ന് പൊട്ടി വീണ്ടിരിക്കുന്ന ഓരോ കക്ഷികളുണ്ടല്ലോ, അവരാണ് നമ്മളുടെ ഏജൻസ്. എലിവാൽ ഇപ്പോഴും പാറ്റവായിലാണെന്ന് അർത്ഥം. ഉള്ളത് പറഞ്ഞാൽ ഈ സോളാർ സരിത കോൺഗ്രസിന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ. ഇപ്പോൾ കോൺഗ്രസിലെ സ്ത്രീകൾ കൂട്ടത്തോടെ കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുകയാണ്. കാര്യം സീറ്റ് പ്രശ്നം തന്നെയാണ്. ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും പല മണ്ഡലങ്ങളിലെയും വിജയ സാധ്യതകളെ മാറ്റിമറിക്കാൻ ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു സ്ത്രീ കൂട്ടായ്മയിലൂടെ വരുന്ന സ്ഥാനാർത്ഥികൾക്ക് കഴിയും. നിയമനിർമ്മാണ സഭകളിൽ 33% സ്ത്രീ സംവരണത്തിനായി മുറവിളിയൊക്കെ കൂട്ടും. ബില്ല് പാസാക്കാൻ വേണ്ടി വന്നാൽ ബില്ലൊക്കെ കയ്യിലെടുക്കും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ മഹിളകൾക്ക് ഇടം പുറമ്പോക്കിൽ. കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ ഒരു വനിതയാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ബഹുമാനത്തോടു കൂടി പറയുന്നു. ആ മഹതി അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത് കേരളത്തിലാണെന്ന് വളരെ നിരാശയോടുകൂടി ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് പോലും സീറ്റില്ല. പുള്ളിക്കാരി സ്ത്രീ മുന്നേറ്റ യാത്രയൊക്കെ നടത്തിയതാണ്. മുൻ അധ്യക്ഷ ഷാനിമോൾ ഉസ്മാൻ രാഹുൽ ഗാന്ധിയുടെ കോർ ടീമിലൊക്കെ ഉണ്ടെന്നാണ് വെപ്പ്. പക്ഷേ ഒറ്റപ്പാലത്ത് സീറ്റ് ആദ്യം കിട്ടിയത് ശാന്ത ജയറാമിന്. അവിടെ ശാന്തയ്ക്കെതിരെ അശാന്തി പുകഞ്ഞപ്പോഴാണ് ഷാനിമോൾക്ക് നറുക്ക് വീണത്. 35 കൊല്ലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ശോഭന ജോർജ് രാജിവെച്ച് കഴിഞ്ഞു. ഞാൻ എല്ലാം അവസാനിപ്പിച്ചതാണ്. ഞാൻ മുഖ്യമന്ത്രിയോടും KPCC പ്രസിഡന്റിനോടും ഒക്കെ പറഞ്ഞു, ഞാൻ എന്നെയും എൻ്റെ നാടിനെയും മാനിക്കാത്ത ഒരു സംവിധാനവുമായി ഇനിയും യോജിച്ചു പോകാൻ പറ്റില്ല. വേണ്ട എന്ന് പറയുന്നിടത്ത് എത്ര നാൾ നിൽക്കണം? ഒരു KPCC എക്സിക്യൂട്ടീവ് മെമ്പർ പോലും അല്ല ഞാൻ. അതിനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്ന് പറയുന്നിടത്ത് പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നമുക്കൊരു പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? അതുപോലും നിഷേധിക്കപ്പെട്ടാൽ എന്ത് വേണം? സീറ്റ് നൽകിയില്ലെന്ന് മാത്രമല്ല, പാർട്ടി സ്ഥാനം പോലും ഇല്ലാത്തത് കൊണ്ട് ചെങ്ങന്നൂരിൽ സ്വതന്ത്രയായി മത്സരിക്കും. ജനങ്ങളെ കുറെ കൂടെ നന്നായിട്ട് സേവിക്കാനുള്ള ഒരു മേഖല നമുക്ക് കൈവരും എന്നുള്ളത് കൊണ്ട് ഇലക്ഷന് നിൽക്കണം എന്ന് വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ലല്ലോ. കാരണം ഇന്ന് എനിക്കൊരു ഗ്രൂപ്പില്ല. ഞാൻ I ഗ്രൂപ്പിലും ഇല്ല, ഞാൻ A ഗ്രൂപ്പിലും ഇല്ല. ഇന്നത്തെ പല കോൺഗ്രസ് നേതാക്കളുടെയും ഏറ്റവും അടുത്ത അനുയായി ആയിരുന്നു വാസ്തവത്തിൽ ശോഭന ജോർജ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലായിരുന്നു തുടക്കമെങ്കിലും കാലുമാറി യൂത്ത് കോൺഗ്രസിൽ എത്തിയപ്പോൾ മുതലാണ് ശോഭന ശോഭിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ശോഭയൊക്കെ പോയി. സ്വയം ശോഭിക്കാൻ കോൺഗ്രസ് വിട്ടിരിക്കുന്നു. ഉള്ളത് പറഞ്ഞാൽ ഈ വിമത ശബ്ദങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. കാരണം LDF 17 സ്ത്രീകളെ മത്സരിപ്പിക്കുമ്പോൾ UDF 7 സ്ത്രീകൾക്കാണ് ഇടം നൽകിയത്. അതും കോൺഗ്രസ് മാത്രം. UDFലെ ഘടകകക്ഷികൾക്കാകട്ടെ പേരിന് പോലും ഒരാളില്ല. ലീഗിനും കേരള കോൺഗ്രസിനുമെല്ലാം
സ്ത്രീകൾ വോട്ട് ചെയ്യില്ലെന്ന് തീരുമാനിച്ചാൽ എന്താകും സ്ഥിതി? വാസ്തവത്തിൽ സ്ത്രീകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പുലിവാൽ എലി തിന്നുന്ന ഏർപ്പാടിന് അന്ത്യമുണ്ടാകും. നട്ടുച്ചയ്ക്ക് പാതിരാത്രിയാണെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ന് പറയുന്നവരാണ് കോൺഗ്രസ്സുകാർ. തിരുവായ്ക്ക് എതിർവായില്ല. സുധീരൻ പ്രസിഡന്റും ചാണ്ടിമുഖ്യനും ആഭ്യന്തരം ചെന്നിത്തലയുമൊക്കെ അങ്ങനെ തന്നെ പറയും. അങ്ങനെയാണ് 18 അടവും പയറ്റിയിട്ടും ബെന്നി ബെഹനാനെ തൃക്കാക്കരയിൽ ഉറപ്പിക്കാൻ ചാണ്ടിമുഖ്യന് കഴിയാതെ പോയത്. ബെന്നി കൂടി വരേണ്ടതായിരുന്നു. ബെന്നി വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. വരാത്തതിൽ ദുഃഖമുണ്ട്. പക്ഷേ തീരുമാനത്തെ ആരും ചോദ്യം ചെയ്യത്തില്ല. KPCC പ്രസിഡന്റിന് താല്പര്യമില്ലാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ തയ്യാറാകുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ രാഷ്ട്രീയ സംസ്കാരം എന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും എന്നെ മാറ്റണമെന്ന ആവശ്യം ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഹൈക്കമാൻഡ് പട്ടിക വന്നു. ഞങ്ങൾ ഇരുന്നോളാം സാർ, നിന്നോളാം സാർ എന്ന മട്ടിൽ എല്ലാവരും റാൻ മൂളി. അപ്പോഴാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ചില സ്ഥാനാർത്ഥികൾക്ക് മാറ്റം വന്നത്. ഈ പട്ടിക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചർച്ചകൾ നടത്തി, അതിൻ്റെ സർവ്വതലത്തിലുള്ള പരിശോധനകൾ നടത്തി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അതിൻ്റേതായ രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. ഹൈക്കമാൻഡ് തന്നെയാണെങ്കിൽ എങ്ങനെയാണ് ഒറ്റപ്പാലത്ത് ശാന്ത ജയറാം പുറത്തായത്? ഇടുക്കി ദേവികുളത്ത് രാജാറാം പുറത്തായത്? ചുമ്മാതല്ല, ഹൈക്കമാൻഡിനെ കുറേ നാളായി ലോക്കമാൻഡ് എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥി പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രീമാൻ PJ കുര്യന് കഴിഞ്ഞില്ല. എന്നിട്ടാണ് അടുത്ത വീട്ടിലേക്ക് കടന്നു കയറ്റം. അതായത് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യൻ്റെ കണ്ണിലെ കരടെടുക്കൽ. കേരള കോൺഗ്രസ് മാണിക്ക് കിട്ടിയ സീറ്റാണ് തിരുവല്ല. അവിടെ മാണി വിഭാഗം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ജോസഫ് എം പുതുശ്ശേരി. കുര്യൻ സാർ പറയുന്നത് പുതുശ്ശേരി തിരുവല്ലയിൽ പാടില്ല, അദ്ദേഹത്തെ കെട്ടിക്കണം. സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനെല്ലാം ചെയ്യുക, അടുത്ത പ്രാവശ്യം ആ സീറ്റ് ക്ലെയിം ചെയ്യുക, അത് രാഷ്ട്രീയ ധാർമ്മികത തന്നെയാണ്. കഴിഞ്ഞ വട്ടം UDF സ്ഥാനാർത്ഥി തിരുവല്ലയിൽ തോറ്റത് പുതുശ്ശേരി കാലുവാരിയത് കൊണ്ടാണത്രേ. കുര്യൻ സാറിനോട് സിമ്പിളായ ഒരു ചോദ്യം, ഇതൊന്നും അറിയാത്ത ആളാണോ മാണി സാർ? ബാർക്കോഴയിൽ ചാനലുകളിലെല്ലാം ഓടി നടന്ന് മാണി സാറിനെ വെള്ളപൂശിയ പ്രധാനിയാണ് പുതുശ്ശേരി. അപ്പോൾ പണ്ടത്തെ പുരാണം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ സാർ? സത്യത്തിൽ കുര്യൻ സാർ ചെയ്യേണ്ടത് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വന്തം പാർട്ടിയിലെ കലാപം ഒതുക്കാനാണ്. അല്ല, പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയുന്നത് പോലെ തിരുവല്ലയിൽ തോൽക്കാൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ഓരോരോ കാരണങ്ങൾ. UDF നേതാക്കളുടെ കുറേ നാളായുള്ള ചോദ്യമായിരുന്നു LDFിൻ്റെ മദ്യനയം എന്ത്? ഒടുവിൽ സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞു, മദ്യനയത്തിൽ മാറ്റമില്ല, ബാറുകൾ തുറക്കില്ല, നയം മദ്യവർജനം. So our effort will be to further reduce this liquor consumption. How that will be done, what are the measures that will be implemented, that the new LDF government will decide. പണ്ട് ആന്റണി സർക്കാർ ചാരായം നിരോധിച്ചു. പിന്നീട് വന്ന LDF സർക്കാർ ആ നിരോധനം പിൻവലിച്ചോ? ഇല്ല. അതിനർത്ഥമെന്താണ്? നിരോധിച്ചതൊക്കെ നിരോധിച്ചത് തന്നെ. UDFിൻ്റെ നയത്തിൽ ഒരു അവ്യക്തതയില്ല, വ്യക്തമായ നയമാണ്, അത് പ്രായോഗികമായ നയമാണ്. നമ്മൾ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്ന് 10 കൊല്ലം കൊണ്ട് മദ്യനിരോധനത്തിലേക്ക് പോകുന്ന പ്രായോഗിക നമ്മൾ ആലോചിച്ചുറച്ചെടുത്ത തീരുമാനമാണ്. 730 ബാർ പൂട്ടി, അതിന് ഈ ഗവൺമെൻറ് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. ഇന്ന് നടക്കുന്ന എല്ലാ കോൺട്രവേഴ്സിയുടെയും പിന്നിൽ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഈ ബാറ് പൂട്ടിയത് കൊണ്ട് വന്ന നഷ്ടത്തിൽപ്പെട്ട ചില കക്ഷികളാണ്, അവരുടെ സാന്നിധ്യമാണ്. പക്ഷേ സുധീരൻ പ്രസിഡന്റ് അതിന് നൽകിയ വ്യാഖ്യാനം ഗംഭീരമാണ്. ജനരോഷം ഭയന്ന്
മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീനത്തിൽ നിന്നും സമൂഹത്തെ, തലമുറകളെ രക്ഷിക്കുക എന്നുള്ള വ്യാപകമായി അംഗീകരിക്കേണ്ട നയവുമായി UDF മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ അത് പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് LDF, പ്രത്യേകിച്ചും CPM ശ്രമിച്ചു വരുന്നത് എന്നുള്ളത് വളരെ പ്രകടമായിരുന്നു. കൊള്ളാം, നല്ല കാലവിശേഷം. നാവിന് 4 മൈൽ നീളമുണ്ടെങ്കിൽ ഏതെലിക്കും പൂച്ചയെ പിടിക്കാം. ബാറുകൾ പലതും പൂട്ടി, സത്യമാണ്. പക്ഷേ കുടിയുടെ അളവിൽ വല്ല കുറവും വന്നോ? 2005 ഏപ്രിൽ മുതൽ 2016 മാർച്ച് വരെ കണക്ക് പ്രകാരം മദ്യവിൽപ്പന കുത്തനെ കൂടി. എക്സൈസ് വകുപ്പിൻ്റെതാണ് സർ കണക്ക്. അപ്പോൾ ഈ കൊട്ടിഘോഷിച്ച മദ്യനിരോധനം കൊണ്ട് വല്ല ഫലവുമുണ്ടായോ? പെഗ് ഫുൾ ആയി, വീട് ബാർ ആയി. പറയുന്നത് സീറോ മലബാർ സഭയുടെ ലൈറ്റ്ലി വോയിസ് എന്ന മാസിക. ബാറുകളിലിരുന്ന് വീര്യമുള്ള വിഷം വീശിയവർ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യം വാങ്ങി വീടുകൾ ബാറാക്കി. ഇതാണത്രേ മദ്യനിരോധനത്തിൻ്റെ ബാക്കി പത്രം. അപ്പോൾ പുലിവാൽ എലി തിന്നപ്പോൾ എലിവാൽ പാറ്റവായിലായി. കുടിച്ച് നശിക്കുന്നവർ എന്നും പാവപ്പെട്ടവർ. കള്ളസത്യവാങ്മൂലം നൽകുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജയിക്കുക, മന്ത്രിയാകുക, നാട്ടുകാരെ ഭരിക്കുക. ഇത്തരക്കാരെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാവും? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കോൺഗ്രസിലെ PK ജയലക്ഷ്മി രേഖപ്പെടുത്തിയിരുന്നത് തനിക്ക് ബിരുദം ഉണ്ടെന്നായിരുന്നു. ഇപ്പോൾ കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ നൽകിയ രേഖ പറയുന്നു ജയലക്ഷ്മിക്ക് ബിരുദം നൽകിയിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് ചോദിച്ചത്, ഇത്തരക്കാരെ എങ്ങനെ വിശ്വസിക്കുമെന്ന്. ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ സത്യവാങ്മൂലത്തിൻ്റെ അർത്ഥമെങ്കിലും അറിയേണ്ടതല്ലേ? ഒരു ജനപ്രതിനിധിക്ക് പ്രാഥമികമായി വേണ്ടതെന്താണ്? സത്യസന്ധത. അതില്ലാതെ പൂച്ചയും എലിയും കളി നടത്തി ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടരുത്. ഈ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ അംഗമാണ് ശ്രീമതി ഷാഹിദ കമാൽ. സീറ്റ് മോഹിച്ച് നടന്നതാണ്, കിട്ടിയില്ല. 2 യോഗ്യത. ഒന്ന് സ്ത്രീ എന്നത് തന്നെ, മറ്റൊന്ന് ദേശീയ മുസ്ലിം. പക്ഷേ ഗ്രൂപ്പ് ബലാബലത്തിൽ ഷാഹിദ തെറിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഈ 2ാം തരം പൗരന്മാരെന്ന ആ ഒരു ബോധം, 2ാം തരം പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കൂടി അവസര സമത്വം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? സ്ത്രീകൾക്ക് കഴിവില്ല? കേരളത്തിലെ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് അവിടെ കടന്നു വരാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്നത് കേരളത്തിലാണ്. ഈ ഷാഹിദ പത്തനാപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് രസകരമാണ്. എന്തെന്നോ, സ്ഥാനാർത്ഥിക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ, സംസ്കാരവും വേണം. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് എതിരെ ജഗദീഷ് നടത്തിയ വ്യക്തിപരമായ പരാമർശമാണ് ഷാഹിദയെ ചൊടിപ്പിച്ചത്. ആ ചൊടിപ്പിൽ ഷാഹിദ തുറന്നടിച്ചു. വ്യക്തിഹത്യ നടത്തുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടൻ അദ്ദേഹം ഈ അടുത്ത സമയത്ത് നടത്തിയ ഒരു പ്രസ്താവന, ആ പ്രസ്താവന കണ്ടപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശൈലി കണ്ടപ്പോൾ എനിക്ക് പോലും അരോചകം തോന്നിപ്പോയി. തീർച്ചയായിട്ടും അതിനോടൊന്നും ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എനിക്ക് യോജിക്കുവാൻ കഴിയുന്നതല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് സംസ്കാരം ഉണ്ടാകേണ്ടതാണ്. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കാനാവണം. അങ്ങനെ കോൺഗ്രസിൽ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ധാരാളം ഉള്ളതുകൊണ്ടാണോ ഷാഹിദയ്ക്ക് മത്സരിക്കാൻ തോൽക്കുന്ന സീറ്റ് പോലും കിട്ടാതെ പോയത്? മുത്തങ്ങ സമരനായിക ഇപ്പോൾ മത്തങ്ങ പോലെ BJP പാളയത്തിലെത്തി. ജാനുവിൻ്റെ സമരവഴികളിൽ കൂടെയുണ്ടായിരുന്ന ഗീതാനന്ദൻ ജാനുവിൻ്റെ BJP പ്രേമത്തെ എതിർക്കുകയാണ്. ഉള്ളത് പറഞ്ഞാൽ സ്വന്തം സമര ചരിത്രത്തെ മാത്രമല്ല, ആദിവാസി ജീവിത ചരിത്രത്തെ തന്നെ ജാനു ഇതിലൂടെ ബഹിഷ്കരിക്കുകയാണ്. ജാനു പ്രതിനിധാനം ചെയ്തു പോന്ന രാഷ്ട്രീയവും BJPയുടെ പ്രഖ്യാപിത രാഷ്ട്രീയവും തമ്മിൽ മോരും മുതിരയും പോലെയാണെന്ന് ജാനുവിന് പിന്നാലെ ബോധ്യമായിക്കൊള്ളും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം ഉള്ളത് പറഞ്ഞാൽ @kairatv.in.
ഉള്ളത് പറഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.